അത് വേണമെന്നില്ല. ഇന്ന് നമ്മുടെ 1 year ആണ് കണ്ടിട്ട് 1 year ആയത് ആനിവേഴ്സറി. ഏപ്രിൽ 7 ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത്. ചെറിയ സർപ്രൈസ് ആയിരുന്നു. ഒന്നും എടുത്തില്ല. ഞാൻ ഉറങ്ങാൻ കിടന്നിട്ട് ഒരാൾക്ക് കൂടെ വെള്ളം വേണം, വെപ്രാളവും പരിവേശോ, തണുത്ത വെള്ളം തന്നെ വേണമെന്ന് എടുക്കാൻ വേണ്ടിട്ട് പോയതാണ്. കഴിച്ചോ? വെള്ളം എടുക്കാൻ വേണ്ടിട്ട് പോയി. ഞാൻ ഫോണില് റീല് റീല് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. വന്നിട്ട് വെള്ളം ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടാണ് കേക്ക് എടുത്ത് കാണിച്ചത്. സർപ്രൈസ് ആയിപ്പോയി. ഞാൻ കണ്ടില്ല. സാധാരണ പൊക്കുന്നതാണ് ഞാൻ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് വാങ്ങിക്കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് ഞാൻ പൊക്കിയതാണ്. പക്ഷെ അബദ്ധം പറ്റിയില്ല. അയ്യോ എന്റെ പൊന്നു. നമ്മുടെ 2 അനിയന്മാര് വാങ്ങിച്ചോണ്ട് വന്നതാണ്. അബിയും നിഖിലും നമ്മ രണ്ടും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ നമ്മള് കട്ട് ചെയ്യാം. ഇഷ്ടപ്പെട്ടു കേക്ക്? ഇഷ്ടപ്പെട്ട കേക്ക് ഞാൻ കഴിച്ചില്ലല്ലോ. കട്ട് ചെയ്യാൻ കേക്ക് കഴിച്ചു. ക്രീമിന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മള് കട്ട് ചെയ്യണം ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോ. ഹാപ്പി ആനിവേഴ്സറി ടു. പതുക്കെ ഹാപ്പി ഓക്കെ കൈ കൊണ്ടു അല്ലെങ്കിൽ ഓക്കെ. അപ്പൊ നമ്മള് കേക്ക് കഴിക്കാൻ പോവാണ്. ലവി പൊന്നെ കേക്ക് മതി. ഹലോ കൊള്ളാല്ലേ? എന്തോ വെറൈറ്റി ആണോ അവരോട് അതും ചോദിച്ചില്ല. ഞാൻ കുഞ്ഞ് കേക്ക് വാങ്ങിച്ചോണ്ട് ഞാൻ പറഞ്ഞു. സർപ്രൈസ് ആയിരുന്നു. ഇത് മിൽക്കി നട്ടാന്ന് തോന്നുന്നു. എന്തായാലും കേക്ക് കൊള്ളാം, അടിപൊളിയാണ്. അപ്പൊ ഇന്ന് ഞങ്ങളെ ആനിവേഴ്സറി നിങ്ങളിങ്ങനെ ആഘോഷിച്ചെടുത്തു. ചെറിയൊരു സർപ്രൈസുകളുണ്ട്. ഇത് ഞെട്ടി ഞാൻ അടുത്തെന്തോ സർപ്രൈസ് ഒന്ന് പറഞ്ഞു പോയി. ഞാൻ ആഴ്ചക്കൊന്നും വാങ്ങിയില്ല. ഇതാണ് ഇത്. ഞങ്ങൾ മിക്കവാറും ഞെട്ടുവേ. ഇതിന്റെ കുറെ കഥയൊക്കെ ഉണ്ട്. എന്തോന്ന് ഇതാണ് പെരിയ സർപ്രൈസ്. ഇതൊരു സംഭവമായിരുന്നു. ഞാൻ കുറെ കഥയൊക്കെ ഉണ്ടാക്കി കുറെ കഷ്ടപ്പെട്ട് ഇതിന്റെ പുറകിലുള്ള കഥ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ചെറിയ ബിസിനസ് ഉണ്ട്. ഞങ്ങള് ഈ ക്ലോത്തിങ് ഇതൊക്കെ സെയിൽ ചെയ്യുന്ന ബിസിനസ്. അപ്പൊ അതിനകത്തുള്ളൊരു ക്ലോത്താണിത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇഷ്ടപ്പെട്ടിട്ടും എടുത്തില്ല. ആർക്കായാലും കൊടുക്കാവുന്ന രീതിയിൽ ഞാൻ വെച്ചേക്കായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞോണ്ട് ചെയ്തു. അപ്പൊ ഇതുപോലെ 2 ഉണ്ട്. ഒന്ന് വേറെ കളറാണ്. ആ കളർ ഇഷ്ടമല്ല. അപ്പൊ ഇതാണ് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാനിത് ഒരാൾക്ക് കൊടുത്തു എന്ന് അറിഞ്ഞിട്ട് ഒരാളിങ്ങനെ മെസ്സേജ് വിളിച്ചു, വേണോന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പൊ എന്താ അപ്പൊ ഫോണിൽ സംസാരിച്ചൊക്കെ പിന്നെ ഫോണിൽ ഇങ്ങനെ മാറില്ലേ. എന്ത് ദൈവമേ ചെറുക്കൻ. ഇന്ന് ഭയങ്കര അഭിനയായിരുന്നു. രാവിലെ തൊട്ട് ഇങ്ങനെ അഭിനയിച്ച് തള്ള. കുറച്ച് മുന്നേ എന്നോട് പറഞ്ഞു ആ കൊച്ചു പൈസ കൊണ്ട് തന്നിട്ടാണ്.
അമ്മ എന്തിനാ പൈസ എടുത്തോണ്ട് തന്നു? അമ്മ എല്ലാം സ്പോട്ടില് അഭിനയിച്ച് തീർക്കായിരുന്നു. അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാനാണെങ്കിൽ കൈ കഴുകിക്കൊണ്ടിരുന്നപ്പോ ഈ കാശിന്റെ കാര്യം അത് അവളിങ്ങനെ ചോദിക്കായിരുന്നു അമ്മയെടുത്ത്. അപ്പൊ അമ്മ എന്ത് പറയുന്ന അറിയുള്ള ജപ അടിച്ച് നിൽക്കുമെന്ന് വിചാരിച്ചു. ഞാൻ ഓടിപ്പോയി അമ്മയെ കണ്ണെ അടിച്ച് ഞാൻ അങ്ങ് തുടങ്ങി. ഇയാളിങ്ങനെ പൈസ തന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അമ്മ അതിനിടയ്ക്ക് അത് അഭിനയിച്ച് അങ്ങ് തീർത്തിട്ടുണ്ട് ഭയങ്കര കാര്യമായിട്ട്. അപ്പൊ അമ്മ പൈസ തന്നത്? അത് ഞാൻ മേളിൽ വന്ന് എൻ്റെ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, 1000 വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് താഴെ കൊടുത്ത അമ്മ ഭയങ്കര അഭിനയായിരുന്നു ഇന്ന്. ഇതിപ്പോ എനിക്കാ? പിന്നെ എനിക്കാ. ഓക്കെ, അങ്ങനെ എനിക്ക് പുതിയ ഡ്രസ് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോ സെലക്ട് ചെയ്തെടുത്തതാണ് സാധനം. എനിക്ക് ഇഷ്ടമായിട്ടോ. ഇത് ഞാൻ സർപ്രൈസ്, ശരിക്കും സർപ്രൈസ് ആന സർപ്രൈസ് ആയിരിക്കും. അതാണ് ഇത്. അങ്ങനെ തന്നെ ഇത് എന്റെ ഒപ്പമായിരുന്നു. ഇന്ന് മൊത്തവും കേക്ക് കൊണ്ടുവന്നപ്പോ ഞാൻ ഒന്നും ചെയ്തില്ല. എന്റെ പൊന്നെ എനിക്ക് തരുന്ന മാത്രം മതി. എനിക്ക് വലിയ ഇതൊക്കെ വേണോ? അങ്ങനെയില്ല, നമുക്കല്ലേ വാങ്ങിച്ചേ കേക്ക്, നമ്മളല്ലേ കഴിക്കുന്നത്. വേറെ അവിടെ കൊടുക്കണ്ടേ? രാവിലെ ആയിട്ട് കൊടുക്കാതെ. അപ്പൊ ശരി, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ശരിയാണ്. ശരി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ദിവസം. എനിക്ക് നമ്മുടെ കല്യാണ ദിവസത്തിനേക്കാളും ഭയങ്കര ഇഷ്ടമാണ് ഈ ദിവസം ഇല്ലേ? ഓ, അപ്പൊ ശരി, നമ്മൾ ഇതിനിടയ്ക്ക് ചെറുതായിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചെടുത്തന്നേ ഉള്ളൂ. അപ്പൊ ടാറ്റ. എല്ലാരും പോയി പറയുകോ? 1 മണിയായി കാണാതിരിക്കും. ആ, 1 മണിയായോളായി കാണാം. ഫോണൊന്നും കാണാം. ഫോണൊന്നും ആ 12. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ 2 പീസ് കേക്ക് കൂടെ കഴിച്ചിട്ട് പോവുകയാണ്. കലാപരിപാടികളൊക്കെ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. പൊന്നെ ഞാൻ ഉമ്മ വന്നില്ല. ഓക്കെ, തരാ.